ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ആഴ്ചകളിലും എപ്പിസോഡിന് വേണ്ട കണ്ടൻറ്റ് കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറേ അധികം വീഡിയോകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റേഷൻ വരുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കണം. രണ്ട്, ആവർത്തന വിരസത ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. 300 വീഡിയോകൾ ഞാനിതിനകം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോയിലെ വിഷയം ഇന്നതായിരിക്കണം എന്ന തീരുമാനത്തിലെത്താൻ നല്ല വിഷമമാണ്. അതുപോലെ തന്നെയാണ് ഒരു 15 മിനിറ്റിനുള്ളിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇത്തവണ എന്താ പറ്റിയെന്നോ, ഞാൻ വീഡിയോയ്ക്ക് വേണ്ട കണ്ടൻറ്റിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ നേരത്തെ ഞാൻ എപ്പോഴും ചെയ്തൊരു വിഷയമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ചില വിഷയങ്ങളെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ വളരെ ചുരുക്കമായിട്ടല്ലേ നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ പുതിയ അറിവുകളൊക്കെ നമുക്ക് ഉണ്ടായെന്ന് വരാം. ജീവിതത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടൻറ്റ് വെറുതെ കേട്ടങ്ങോട്ട് വിട്ടാൽ പോരാ. ഇതുകൊണ്ട് നമ്മുടെ ചിന്തയിൽ, മനോഭാവത്തിൽ, പ്രവൃത്തികളിലൊക്കെ മാറ്റം വരണം. ഇതൊക്കെയാണ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു തവണ കേട്ട് പിന്നെ നമ്മളതൊക്കെ മറന്നു പോകും. അപ്പം മനസ്സിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ് നമ്മളെ ഏറ്റവും പവർഫുള്ളാക്കുന്നത്. ഈ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ അതിനെ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് റിപ്പീറ്റേഷൻ. ആവർത്തിച്ച് വരുന്ന ചിന്തകളാണ് മനസ്സിൻ്റെ സബ് ലെവലിലേക്ക് കടക്കുന്നത്. അപ്പം നമുക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നത് വലിയൊരു പരിധിവരെ നല്ലതാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്നോ, ലോൺലിനെസ് ആണ്. പലരും പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്, ഞാനും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനൊരു കാരണമുണ്ട്. മഹാരാജാസ് കോളേജിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ജോഷി എൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോയും മുടങ്ങാതെ കാണുന്ന ആളാണ് കേട്ടോ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പലരും നമ്മുടെ വീഡിയോസ് പൊതുവെ കാണാറില്ല. അതങ്ങനെയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ അകലെ നിൽക്കുന്നവർക്കാണല്ലോ നമ്മളോട് ഇഷ്ടവും ആരാധനയൊക്കെ തോന്നാൻ സാധ്യത. കൂട്ടുകാർക്കൊക്കെ നമ്മളെ അറിയാം. അവർ നമുക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്. വീഡിയോ കൊണ്ട് അതിലൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇത് നമ്മുടെ മെറ്റിൽഡയുടെ വീഡിയോ അല്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ പലരും കണ്ടെന്ന് വരില്ല. പക്ഷേ ജോഷി എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണാറുണ്ട്. ഒരു വീഡിയോ അങ്ങനെ ഒരു ദിവസം വൈകിയാൽ എന്നെ വിളിച്ച് ചോദിക്കും. ഈയിടെ ജോഷി എനിക്കൊരു പുസ്തകം സജസ്റ്റ് ചെയ്തു കേട്ടോ. ഞങ്ങളിങ്ങനെ ലോൺലിനെസ്സിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഞാനൊരു പുസ്തകം വാങ്ങി വായിച്ചു, നല്ല പ്രയോജനം ചെയ്തു. ദ ആർട്ട് ഓഫ് ബീയിങ് എലോൺ, രേണുക ഗാവ്രാണി എഴുതിയ പുസ്തകമാണ്. ബുക്ക് വായിച്ചു നോക്കിയപ്പോൾ ഈ ലോൺലിനെസ്സിനെ കുറിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നി. അതിൽ ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ, ഒരു വ്യക്തി ആ വ്യക്തിയോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ, അതാണ് ലോൺലിനെസ്. ഒരു വ്യക്തി ആ വ്യക്തിയോട് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ അവസ്ഥയായിട്ടാണ് അതിൽ നിർവചിച്ചിട്ടുള്ളത്. ഒരു കണക്കിൽ ശരിയാണ്. ബുക്ക് എഴുതുമ്പോൾ എക്നോളജ്മെൻറ്റ് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതിനകത്ത് എക്നോളജ്മെൻറ്റ് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ എക്നോളജ്മെൻറ്റ് എഴുതുമ്പോൾ നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുടെ പേരെഴുതും. ഇതിൽ രേണുക ഗാവ്രാണി ഏറ്റവും അധികം നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നത് ആരോടാണെന്നോ, അവരോട് തന്നെയാണ്. എൻ്റെ സ്വന്തം സപ്പോർട്ട് കൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മതി എന്നുള്ളൊരു ചിന്ത ആ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് ഫീൽ ചെയ്യും. ഒറ്റപ്പെടലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, എനിക്ക് ആരുമില്ല, ഇവിടെ എനിക്ക് ഞാനുണ്ട്, ഞാനാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരാൾ, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരാളെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പുസ്തകമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒറ്റപ്പെടൽ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മൾ ട്രാൻസ്ഫർ ആയി ദൂരേക്കൊക്കെ പോയി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഫാമിലി മെമ്പേഴ്സിൽ നിന്നും, അടുത്ത കൂട്ടുകാരിൽ നിന്നും, നാട്ടിൽ നിന്നൊക്കെ അകന്ന് ഇങ്ങനെ താമസിക്കുമ്പോൾ ചില ആളുകൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിക്കഴിഞ്ഞാൽ വീട്ടുകാരെക്കുറിച്ച് അവിടെ എന്താണോ ആവോ, കൂട്ടുകാരെക്കുറിച്ച് അവരെയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി എപ്പോഴാണ് നാട്ടിൽ പോകാൻ പറ്റുക? പക്ഷെ വേറെ ചിലരങ്ങനെയല്ല. അവരെന്താ ചിന്തിക്കുക, എനിക്ക് സ്വന്തമായി കിട്ടിയിട്ടുള്ള സമയമാണ്, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇപ്പോൾ ആരുമില്ല, ഞാൻ വളരെ സ്വതന്ത്രയാണ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ തരത്തിൽ ജീവിക്കുന്ന ആളുകളും ഉണ്ട്. ഏത് സാഹചര്യമായാലും അത് നമുക്ക് അനുകൂലമായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു ചിന്ത. പലതരം ഒറ്റപ്പെടലുകളുണ്ട് കേട്ടോ. ചില ആളുകൾ ആൾക്കൂട്ടത്തിൽ തനിയാകും. ചിലപ്പോൾ ചില പരിപാടികൾക്ക് നമ്മൾ ചെന്നാൽ
നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നും. നമ്മളോട് ആരും വർത്തമാനം പറയുന്നില്ല, ബാക്കിയെല്ലാവരും കളിച്ച് രസിക്കുന്നു, എന്നോട് മാത്രം ആരും ഒന്നും മിണ്ടുന്നില്ല. ആ രീതിയിൽ ഒറ്റപ്പെടുന്നവരുണ്ട്. ചില ക്ലാസ്സിലൊക്കെ അങ്ങനെയില്ലേ, ചില കുട്ടികളോട് ആരും മിണ്ടില്ല, അവരെപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ഇപ്പം പറഞ്ഞ ഒറ്റപ്പെടലൊക്കെ ഇല്ലേ, അത് പലപ്പോഴും ടെമ്പററി ആയിരിക്കും, താൽക്കാലികമായിരിക്കും. ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത ഞാൻ ആ സാഹചര്യത്തിൽ നിന്ന് മാറുമ്പോൾ അതില്ലാതാകും. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റാൻ പറ്റുന്നതല്ല. നമ്മുടെ ഏജിങ് പ്രോസസ്സിൽ നമുക്കുണ്ടാകുന്ന ലോൺലിനെസ്, അത് പലർക്കും ഭയവും ഉത്കണ്ഠയൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം, ചില അവസ്ഥകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ ആ അവസ്ഥയെ തന്നെ നമുക്ക് അനുകൂലമായിട്ട് മാറ്റാൻ പറ്റും. ഈ ലൈഫ് മാക്സിമൈസേഷൻ എന്നൊക്കെ പറയില്ലേ, ഏജിങ് എന്നുള്ളതൊരു റിയാലിറ്റി അല്ലേ. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകും, പ്രായം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന ഒന്നാണ് ഒറ്റപ്പെടൽ. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഒരു കാര്യം പെട്ടെന്ന് അവിചാരിതമായി സംഭവിക്കുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് നേരത്തെ അറിയാം, നമ്മളിങ്ങനെയൊക്കെ ഏജിങ് പ്രോസസ്സിലൂടെ കടന്നു പോകും. ആയുർദൈർഘ്യം നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഏത് പ്രായം വരെയും നമ്മൾ ജീവിച്ചിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതവസ്ഥയെയും നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ മാറ്റാം, അത് വളരെ മനോഹരമായൊരു ചിന്തയാണല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന ഒറ്റപ്പെടൽ, ഇതിനെപ്പറ്റി പരാതി പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. ഒറ്റപ്പെടൽ എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ്, നമുക്ക് ആരുമില്ല എന്നുള്ളൊരവസ്ഥ. ഇപ്പം ഞാൻ ലോൺലിനെസ് എന്നുള്ള വാക്കിനെ സോളിറ്റ്യൂഡ് എന്നുള്ളൊരു വാക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏകാന്തത. ഈ ഏകാന്തത എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായ അവസ്ഥയാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ, അതിനെയാണ് ഏകാന്തത എന്ന് പറയുന്നത്. അത് നമ്മളെ ഒരുപാട് പവർഫുള്ളാക്കുന്ന, സന്തോഷം തരുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് ഈ ഏജിങ് പ്രോസസ്സിൽ വരുന്ന ആ ലോൺലിനെസ്സില്ലേ, അതിനെ എങ്ങനെ സോളിറ്റ്യൂഡാക്കി മാറ്റാം, ഒറ്റപ്പെടലിനെ എങ്ങനെ ഏകാന്തത കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഈ ഏജിങ് പ്രോസസ്സിലൂടെ സംഭവിക്കുന്ന ഒറ്റപ്പെടലില്ലേ, ഇത് അവിചാരിതമായിട്ട് സംഭവിക്കുന്നതൊന്നുമല്ല. നമുക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഈ ചില എലിമിനേഷൻ റൗണ്ടുകളുണ്ട്. എലിമിനേഷൻ റൗണ്ട് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, റിയാലിറ്റി ഷോയിൽ നമ്മൾ കാണാറുണ്ടല്ലോ. എലിമിനേഷൻ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. ഒരു 60 വയസ്സാകുമ്പോൾ ആദ്യത്തെ ഒരു എലിമിനേഷൻ റൗണ്ടാണ്. അത്രയും നാൾ നമ്മൾ ജോലിക്ക് പോയിരുന്നു, അവിടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, പോകാനൊരു ഇടം ഉണ്ടായിരുന്നു. ഈ എലിമിനേഷൻ സംഭവിക്കുമ്പോൾ നമുക്കതെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ പലർക്കും സംഭവിക്കുന്നത് എന്താണെന്നോ, ഈ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കുക, അയ്യോ ഞാനിനി എവിടെ പോകും, എനിക്ക് പോകാനൊരു ഇടമില്ല, എൻ്റെ കൂട്ടുകാരില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും. ഞാൻ ഈയിടെ രസകരമായ ഒരു കാർട്ടൂൺ കണ്ടിട്ടോ. ഒരു റിട്ടയർ ചെയ്ത ആൾ ഇങ്ങനെ വീട്ടിലെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഏതോ ഒരു സുഹൃത്തിനോട് പറയാണ്, ഇപ്പോഴത്തെ അയാളുടെ ജീവിതാവസ്ഥ, ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കാടും. നമ്മൾ ഈ ട്രെയിനിലൊക്കെ കയറി ദൂരെ യാത്രയ്ക്ക് പോവില്ലേ, ഒറ്റയ്ക്ക് പോവില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥ. ഇങ്ങനെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വീട്ടിലുള്ളവർ ചായ എന്നും പറഞ്ഞ് വരും, ചായ കുടിക്കും, വീണ്ടും അവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് ബാത്റൂമിൽ പോയി വരും. ട്രെയിനിൽ അങ്ങനെയല്ലേ, ബാത്റൂമിൽ പോയി വരും, വന്നിരിക്കും, പിന്നെ ഇരിപ്പ് തന്നെ. ഏകദേശം അതേപോലത്തെ ഒരു അവസ്ഥയാണ്. ഇത് കാർട്ടൂണായിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറേ പേരുടെ ജീവിതം അങ്ങനെയാണ്. പെട്ടെന്നൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ, പെട്ടെന്ന് കൂടെയുള്ളവരൊക്കെ ഇല്ലാത്തൊരവസ്ഥ. ശരിക്കും ആ ഒരു ലോൺലിനെസ്സിൻ്റെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. പക്ഷേ നേരത്തെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ റിട്ടയർ ചെയ്യേണ്ടതായിട്ട് വരും. ഒറ്റപ്പെടുന്ന ഒരു ഈ ഫീൽ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. വരുമാനമില്ലാത്തൊരവസ്ഥ വരാം, അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ആലോചിക്കണ്ടേ. ആ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യണ്ടേ. പിന്നെ അതുവരെ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്കോപ്പില്ലാതെയായി. അപ്പം പിന്നെ എന്ത് ചെയ്യും? ഈ 60-നും 70-നും ഇടയിലുള്ളൊരു ഘട്ടമില്ലേ, നമ്മൾ വാർദ്ധക്യത്തിന് ഘട്ടങ്ങളില്ല എന്ന് പറഞ്ഞാലും ഘട്ടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. 60-നും 70-നും ഇടയിലുള്ളൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എലിമിനേഷൻ റൗണ്ടിന് മുന്നിലുള്ളതാണ്. 70-ൽ നമുക്ക് സെക്കൻഡ് എലിമിനേഷൻ റൗണ്ട് ഉണ്ട്. ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ നമുക്ക് ഈ ഒറ്റപ്പെട്ട ഫീലിംഗ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഇതിന് മുമ്പേ തന്നെ തയ്യാറെടുക്കണം. ഈ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ. നമ്മൾ മധ്യവയസ്സിൽ നിന്നൊരു ഓൾഡ് ഏജിലേക്ക് പ്രവേശിക്കുന്നേ ഉള്ളൂ.
ആ സമയത്ത് നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ ചുറ്റുപാടും നോക്കണം, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സീനിയർ സിറ്റിസൺസിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ അതുവരെ സമയക്കുറവ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ചില ടാലൻസ് അതിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. പാട്ട് പഠിക്കാം, ഡാൻസ് പഠിക്കാം, ഇനി ചിത്രരചനയിൽ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അത്യാവശ്യം പബ്ലിക് സ്പീക്കിംഗ് അതുമൊക്കെ ഗ്രൂപ്പുകളിൽ പോയി പ്രാക്ടീസ് ചെയ്യാവുന്ന സമയമാണ്. ഇങ്ങനെ പലതും നമുക്ക് ചെയ്യാവുന്ന സന്ദർഭങ്ങൾ കിട്ടുന്നതാണ് കേട്ടോ ഈ 60-നും 70-നും ഇടയിലുള്ള പ്രായം. പുതിയ കാര്യങ്ങൾ പഠിക്കാം, യാത്രകൾ ചെയ്യാം, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് തന്നെ തോന്നും 60 വയസ്സായെങ്കിലും റിട്ടയർ ചെയ്യാനുള്ളൊരവസ്ഥയിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ജോലി ചിലർക്ക് തുടർന്നുകൊണ്ട് പോകാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും പെർഫോം ചെയ്യാനുമുള്ള ഒരു സമയമാണിത്. ഇവിടെ നമുക്ക് കെട്ടുപാടുകളൊന്നുമില്ല. വി ആർ ടോട്ടലി ഫ്രീ. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. 70 വയസ്സിലാണ് ഒരു സെക്കൻഡ് എലിമിനേഷൻ റൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ വളരെ ആക്റ്റീവാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ള ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. പഴയ പല സുഹൃത്തുക്കളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഈ ആക്റ്റീവ് ആയതുകൊണ്ട് വേറെ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. പക്ഷേ 70-ന് ശേഷം ഈ സോഷ്യൽ ലൈഫിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ നമുക്കുള്ളൊരു സോഷ്യൽ ലൈഫില്ലേ, അത് പതുക്കെ അവസാനിക്കും. ഇത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പഠിപ്പിച്ച കോളേജിലൊക്കെ ചെല്ലില്ലേ, നമുക്ക് പതുക്കെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ആക്സെപ്റ്റൻസ് ആണ്. കാരണം നമ്മൾ അത്രയും കാലം ജോലി ചെയ്തിരുന്നതാണ്, പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ കുറേ ആളുകളുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഇത് പതുക്കെ കുറഞ്ഞു വരും. നമ്മൾ പല ആക്ടിവിറ്റീസിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപക്ഷേ നമ്മുടെ എനർജി കുറഞ്ഞു വരും. ആ ആക്ടിവിറ്റീസിലൊക്കെ പണ്ട് പങ്കെടുത്തിരുന്ന പോലെ നമുക്ക് പങ്കെടുക്കാൻ പറ്റാതായിട്ട് വരും. അപ്പോൾ ആളുകൾക്ക് നമ്മളെ ചിലപ്പോൾ അതിൽ ഉൾപ്പെടുത്താനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു, പഴയ പോലെ ട്രെയിനിങ്ങിനൊന്നും ആരും വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇതാണ്, ഇത് നമ്മുടെ സെക്കൻഡ് എലിമിനേഷൻ റൗണ്ടാണ്. 70 വയസ്സ് കഴിഞ്ഞു, നമുക്ക് എനർജി കുറഞ്ഞു വരും. ചിലപ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആവും. നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ് സ്വീകാര്യമായെന്ന് വരില്ല. ഇങ്ങനെ പലതും സംഭവിക്കുമല്ലോ. അപ്പോൾ ബുദ്ധിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സ്വന്തമായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളിലേക്ക് മാറാം. വേറെ ആളുകൾ നമുക്ക് അവസരം നൽകുന്നതിനായിട്ട് കാത്തിരിക്കാതെ അപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യാവുന്ന കാര്യങ്ങളില്ലേ, അതിലേക്ക് പതുക്കെ നമുക്ക് മാറാം. എഴുത്ത്, വായന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേറെ മാധ്യമങ്ങൾ ഉപയോഗിക്കാമല്ലോ. വേറെ ആരുടെയും പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് നടക്കാതെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഡെവലപ്പ് ചെയ്യുക. നമുക്ക് ഇത്രയും കാലം ജീവിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്. അതൊരു സപ്പോർട്ടീവ് റോളിൽ നിന്നുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വീകാര്യതയുടെ തലത്തിൽ മാറ്റം വരുമ്പോൾ നമ്മൾ വേറെ തലങ്ങളിലേക്ക് കടക്കുക. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം കേട്ടോ. മൂന്നാമത് നമുക്കൊരു എലിമിനേഷൻ റൗണ്ട് ഉണ്ടാകാം നമ്മുടെ ആയുർദൈർഘ്യം അനുസരിച്ച്. അത് 80 വയസ്സിലൊക്കെയാണ് ഏകദേശം സംഭവിക്കുന്നത്. ഈ 70 വയസ്സിൽ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ എനർജി ലെവൽ ചിലപ്പോൾ കുറഞ്ഞേക്കാം, നമ്മുടെ ബാലൻസിങ് ഒക്കെ കുറയും. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഴാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ കൂടി വരും, ബാലൻസ് വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട്. ഈ 70-80 ഘട്ടത്തിൽ നമുക്ക് നന്നായിട്ട് സെൽഫ് ലവ് ഉണ്ടാകണം, സെൽഫ് കെയർ ഉണ്ടാകണം. ശരീരത്തിൻ്റെ എനർജി ലെവൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് പറ്റിയ എക്സസൈസുകൾ ചെയ്യണം, ഭക്ഷണം, വെള്ളം, ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ച പാടില്ല. ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യാൻ റെഡിയായി കഴിഞ്ഞാൽ അവിടെ ഒരു ഒറ്റപ്പെടലൊന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് സമയം തികയില്ല. പുസ്തകങ്ങൾ എഴുതാം, പ്രസിദ്ധീകരിക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അടുത്ത എലിമിനേഷൻ റൗണ്ട് 80 വയസ്സിലാണ് കേട്ടോ. 80 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? നമ്മുടെ ഫാമിലിയിലാണ്. അപ്പോൾ ആ എലിമിനേഷൻ റൗണ്ട് നമുക്ക് അനുകൂലമായിട്ട് മാറ്റാൻ എന്താ നമുക്ക് ചെയ്യാവുന്നത്? ആ ഫാമിലിയിലുള്ള നമ്മുടെ ആ ഒരു പ്രസൻസില്ലേ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതാക്കി മാറ്റുക. അതിന് ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ പോരെ. പ്രായമായവരുടെ വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പരാതി പറയുക, എപ്പോഴും അവരുടെ അവശതകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു തരത്തിലും മാറാൻ തയ്യാറാകാതിരിക്കുക, സഹായിക്കാൻ വരുന്നവരോട് അനിഷ്ടം പ്രകടിപ്പിക്കുക. ന്യൂജൻ ആളുകളുടെ സ്റ്റൈലൊക്കെ വളരെ വളരെ
വ്യത്യസ്തമായിരിക്കും, നമുക്ക് അതിനോട് ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റില്ല, പക്ഷേ അതിലിടപെടേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്നുള്ള ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാലഘട്ടമൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളില്ലേ, നല്ല കഥ പറഞ്ഞു കൊടുക്കുക, അവരുടെ കൂടെ കളിക്കുക, ചിരിക്കുക. ഈ എലിമിനേഷൻ റൗണ്ട്സ് ഒന്നും ഒരു തരത്തിലും ബാധിക്കാത്ത ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന് ഈ എലിമിനേഷൻ റൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് റൗണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ചു, പിന്നെ അതിനേക്കാൾ ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അത് കഴിഞ്ഞ് 70 വയസ്സ് 80 വയസ്സ് എല്ലാ എലിമിനേഷൻ റൗണ്ടിലും എലിമിനേറ്റഡ് ആകാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് APJ അബ്ദുൽ കലാം. എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള ചില മാതൃകകളുണ്ട്. മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്ന, ചിന്തകനായിരുന്ന, വാഗ്മിയായിരുന്ന, എഴുത്തുകാരനായിരുന്ന പ്രൊഫസർ MK സാനു. ഇവരെല്ലാവരും ദീർഘായുസുള്ളവരായിരുന്നു. എലിമിനേഷൻ റൗണ്ട്സ് ഒന്നും അവരെ ബാധിച്ചിട്ടില്ല. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.